വീണ്ടും നല്ലൊരു പ്രഭാതം നമുക്ക് വേണ്ടി അനുവദിച്ചു തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു ദിവസം കൂടെ കാണുവാൻ ദൈവം നമുക്ക് അവസരം തന്നല്ലോ. എത്രയോ പേർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒരു ദിവസം കൂടെ നമുക്ക് ആയുസ് നീട്ടി തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കുഴപ്പമെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച്, നേടാൻ പറ്റാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് വിഷമിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് കരയാനും കുറേ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മറന്നു പോകുന്നു. നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ച് കരഞ്ഞ് പലതിനെക്കുറിച്ച് ഓർത്ത് അതിനാണോ നമ്മൾ ഈ ഭൂമിയിൽ വന്നത്? ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിൽക്കാതെ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് നോക്കണം. മുൻപുണ്ടായ കുറേ അനുഭവങ്ങൾ, പരിചയങ്ങൾ, അത് പുതിയ അവസരങ്ങളാക്കി നമുക്കത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കാത്ത ഉയർച്ചയിൽ ആ ഒരു ലെവലിലേക്കായിരിക്കും കാര്യങ്ങൾ മുൻപോട്ട് പോകുക. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ജീവിതത്തിൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ മുൻപോട്ടുള്ള വഴി നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ ദുർഘടമായി തോന്നുന്നുണ്ടാകും. ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ പ്രതിസന്ധിയിലേക്കാണോ പോകുന്നത് എന്നൊരു ചിന്ത നമുക്കുണ്ടാകും. ഈ ഒരു സമയത്ത് നമ്മൾ എന്താണ് എന്നതിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനെ അപേക്ഷിച്ചിരിക്കും നമുക്ക് നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുക. മടിച്ചു നിൽക്കാതെ, ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിൽക്കാതെ, ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് വിശദമായി ഒന്ന് ആലോചിച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ക്രമീകരിക്കുവാൻ തയ്യാറാകണം. നമ്മുടെ മനസ്സ് അതിനു വേണ്ടി ഒന്ന് ഒരുക്കണം. നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ കൊണ്ട് ഇനി ഒന്നിനും കഴിയത്തില്ല, തീർന്നു, അവസാനിച്ചു, ഇതിങ്ങനെയൊക്കെ തന്നെ തീരും എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ചിന്താഗതികളെയൊക്കെ ഒന്ന് മാറ്റി, സാഹചര്യങ്ങളൊക്കെ മാറി മറിയും. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയും. നമ്മൾ വിചാരിക്കാത്ത ഉയർച്ചകളിലേക്കായിരിക്കും ഇനിയുമുള്ള കാര്യങ്ങൾ മുൻപോട്ട് പോകുക. കാര്യം വേദപുസ്തകം നമ്മളോട് ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞു. വേറെ ആരും പറഞ്ഞതല്ല, യഹോവ അരുളി ചെയ്തതാണ്. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടിയതും വിചാരിച്ചു കൂട്ടിയതും ഒന്നുമല്ല ദൈവത്തിൻ്റെ ചിന്തയും വിചാരവും. നമ്മൾ ഒരുക്കി വെച്ച വഴികളൊന്നും അല്ല ദൈവത്തിൻ്റെ വഴികൾ. പുതുവഴി തുറക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇടിച്ചു കയറി വരുന്നവർ പലപ്പോഴും ഇടിച്ചിറങ്ങി തന്നെ പോകും. എന്നാൽ സമയമെടുത്ത് ഉണ്ടാവുന്ന ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾക്ക് വേരുറപ്പുണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ കണ്ടതിൻ്റെയൊക്കെ പുറകെ പോകാതെ ദൈവവുമായിട്ടുള്ള ഒരു ആത്മബന്ധം സമയമെടുത്ത്, ഈ ദുർഘട സമയങ്ങൾ ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം, അത് സമയമെടുത്ത് സമയം ചിലവഴിച്ച് ദൈവത്തോട് കൂടെ ഇരുന്ന് നിങ്ങൾക്ക് ആ ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ
ആ ബന്ധത്തിൻ്റെ വേരിന് നല്ല ഉറപ്പുണ്ടാകും. അങ്ങനെ ഉറപ്പുള്ള വേരുള്ള ഒരു ബന്ധമാണ് ദൈവമായിട്ട് നിങ്ങൾക്കുള്ളതെങ്കിൽ, ദൈവം നമ്മളോട് പറയുകയാണ്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. അനുഗ്രഹിക്കപ്പെട്ട വഴികൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നു വച്ചിരിക്കുകയാണ്. അത് കാത്തിരിക്കാം, ആ വഴിയിലൂടെ സഞ്ചരിക്കാം. ഇന്നത്തെ ദിവസം പുതിയ തീരുമാനത്തോടെ ആ പുതുവഴികളിലൂടെ, ദൈവം നടത്തുന്ന വഴികളിലൂടെ മുൻപോട്ട് പോകുവാൻ സർവകൃപാലുവായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നല്ല മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഗാഡ് ബ്ലെസ് യു.